കോഴിക്കോട് ചാത്തമംഗലത്ത് സ്ഥാനാർത്ഥികളിൽ ഒരു കൗതുക കാഴ്ചയുണ്ട്. അത് ഇരട്ടകൾ ഒരുമിച്ച് മത്സരരംഗത്തിറങ്ങുന്നതാണ്. ഒരു വീട്ടിൽ നിന്നും ഒരു ട്വിൻ ബ്രദേഴ്സ് ഇരട്ട സഹോദരങ്ങൾ 2 വാർഡുകളിലേക്കായി മത്സരത്തിന് ഇറങ്ങുകയാണ്. അവർ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഇനിയിപ്പം 2 പേര് ഒരുമിച്ച് മത്സരത്തിലാണ്. അതെ തീർച്ചയായിട്ടും. ഞാൻ തൊട്ടടുത്ത് എൻ്റെ വീടിന് തൊട്ട് മുന്നിലുള്ള ചാത്തമംഗലം വാർഡിലാണ് മത്സരിക്കുന്നത്. ചാത്തമംഗലം ടൗൺ എന്ന് പറയൂ, ആ വാർഡിലാണ് 20-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. സഹോദരനായാൽ തൊട്ട് ലേശം മുന്നോട്ട് പോയാൽ 50 മീറ്റർ മുന്നോട്ട് പോയാൽ അവിടെ വേങ്ങവിടം വാർഡുണ്ട്, 21-ാം വാർഡ്, അവിടെയാണ് മത്സരിക്കുന്നത്. ഈ 2 പേരും ജയിക്കുമോ? തീർച്ചയായും 100%. ജനങ്ങൾ കൂടെ ഉണ്ട്. ജനങ്ങളാണ് നമ്മളെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത്. രാവിലെ ഇറങ്ങിയാൽ ജനങ്ങളെ കൂടിയാണ്. ജനങ്ങളെ എല്ലാ പ്രയാസത്തിലും എല്ലാത്തിലും ഓല കൂടിയായിട്ട് നിൽക്കൂ. വേറെ ഒരു നമ്മളത് പ്രൊഫഷൻ അതാണ്, നമ്മളൊരു രീതി. വിദ്യാർത്ഥി കാലം കെട്ടത് പറഞ്ഞാൽ ഈ സംഘടനാ പ്രവർത്തനം കത്താ ഫുൾ ടൈം. ജനങ്ങൾക്ക് 2 പേരും ഇരട്ടകളായതുകൊണ്ട് അടുത്തടുത്തുനിന്നോ 2 പേരും ഇരട്ടകളായതുകൊണ്ട് പരസ്പരം മാറിപ്പോകില്ലേ? അജീഷിനെയും അനീഷിനെയും അത് മാറിപ്പോ, അത് വീട്ടിൽ അമ്മയ്ക്ക് വരെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ ജനങ്ങളെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയ ഒരു സുഹൃത്തുക്കൾക്കല്ലാതെ ബാക്കി എല്ലാവർക്കും മാറിപ്പോകും. അതിപ്പോൾ അവൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി നിൽക്കുമ്പോൾ ഞാൻ മെമ്പറല്ല, ഞാൻ കന്നി അംഗത്തിനാണ് ഇറങ്ങുന്നത്. അപ്പോൾ നിരവധിയായ പ്രശ്നങ്ങളിൽ പരിഹാരത്തിനും അല്ലാതെ ഫോം കൊടുക്കാനും കടലാസ് കൊടുക്കാനും ഒക്കെ എൻ്റെ അടുത്താണ് തരിക. പക്ഷേ ഞാൻ അവരോട് അത് ഞാൻ മെമ്പറല്ല എന്ന് ഞാൻ പറയാൻ പോകാറില്ല. ചില കാര്യങ്ങൾക്ക് അറിയാതെയായി പോകും. അന്നപ്പോൾ ഞാൻ ആകെ താല്പര്യത്തിൽ ഞാൻ മെമ്പർ അല്ലട്ടോ എന്ന് പറയും. അങ്ങനെ ഒരു പല സന്ദർഭങ്ങളുണ്ടായി. സൗകര്യമുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടില്ലല്ലോ, ഞാനവിടെ വന്നിനാണിന്ന് പറയും. ഇവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ മതിയല്ലോ. അതുകൊണ്ട് അത് ഗുണമുണ്ട്, ചിലപ്പോൾ ദോഷമുണ്ട്. എന്തെങ്കിലും നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ നടത്തിയില്ലാൽ ചിലപ്പോൾ ഓന് കിട്ടും അതിൻ്റെ പണി. അങ്ങനെയുണ്ട് ഈ കാര്യത്തിൽ. ഈ 2 പേരും കൂടി ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഈ വോട്ട് പിടിക്കലൊരു പ്രധാനമാണല്ലോ. അപ്പോൾ ഈ ഒരാൾക്ക് അതായത് പകരം വേണമെങ്കിൽ പോയി വോട്ട് പിടിക്കാം അല്ലേ? ഓ അതൊക്കെ ചെയ്യാം, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ ജനങ്ങൾക്ക് ഞങ്ങൾ 2 ഒരാളായിട്ടാണ് ജനങ്ങൾ കൂട്ടുന്നത്. ഇപ്പം ഞങ്ങളെ വാർഡിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. മുഴുവൻ വീടുകളിലും സ്ഥാനാർത്ഥിനോട് ആളുകൾ ചോദിക്കുന്നത് അനീഷും അജീഷും എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ അതിൽ പ്രയാസം എന്ന് പറയുന്നത് അവർ ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്നുള്ള. അതിൽ സ്ഥാനാർത്ഥി ഞങ്ങളോട് ഇന്നൊരു പരിഭവം എന്ന് പറയും, നിങ്ങളെയാണ് എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഒന്ന് ഞങ്ങളെ കൂടെ വരണം. പക്ഷേ ജനങ്ങൾക്കറിയാം ഞങ്ങൾ 2 വാർഡുകളിൽ മത്സരിക്കാൻ പോയതാണ്. പക്ഷേ ഞങ്ങളെ കാണാത്തതിലുള്ള ഒരു വിഷമാണ് അവർ പങ്കുവെക്കുന്നത്. അല്ല, നിങ്ങൾക്ക് കന്യാംഗമാണ്. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിരുന്നു. അപ്പോൾ കന്യാംഗത്തിൽ എന്തെങ്കിലും ഈ ഇരട്ട സഹോദരൻ ഉപദേശം തരുന്നുണ്ടോ? തീർച്ചയായിട്ടും തരാറുണ്ട്. ഒന്നാമത് ജനങ്ങളെ ബന്ധപ്പെടുന്ന പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ സക്രിയമായി ഇടപെടുന്ന ആളുകളാണ്. വലിയ ഉപദേശമൊന്നും അല്ലെങ്കിലും എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ചില നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അത് പൊതുപ്രവർത്തന രംഗത്ത് എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിൽ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ തന്നെ അവൻ പറഞ്ഞു തരാറുണ്ട്, അതൊക്കെ തന്നെ അനുസരിക്കാറുണ്ട്. ജനങ്ങൾ പിന്നെ നമ്മൾ ഇതിനായിട്ട് പോകുന്ന ആളുകളല്ല. 10-35 വർഷക്കാലമായി നമ്മൾ ഈ പ്രദേശത്തെ ഒരു ഒരു 1500ഓളം വീടുകളിൽ നിത്യേന എന്നോണം കയറിപ്പോകുന്ന ആളുകൾ. ഏത് വിഷയത്തിനും അത് നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ തന്നെ നമ്മളെ വളരെയധികം ജീവകാരുണ്യ രംഗത്താണെങ്കിലും സേവന പ്രവർത്തന രംഗത്താണെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ അവരൊരു വലിയൊരാളായിട്ടല്ല, അവരിൽ ഒരാളായി നമ്മൾ ഇടപെടാറുണ്ട്. അതിൽ നമ്മളൊരു നാട്യങ്ങൾ കാണിക്കാറില്ല. വേറെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു പറയേണ്ടത് അബ്ദുറഹ്മാനൊക്കെ ഇടയ്ക്ക് പറഞ്ഞ മാതിരി നമുക്ക് കെട്ടുപാടുകളില്ല. നമ്മൾ സ്വതന്ത്രമായി പറന്ന് നടക്കാം. 2 കല്യാണം കഴിച്ചില്ല, 2 അവിവാഹിതരാണ്. അതേ സംഘടനാ പ്രവർത്തന രംഗത്ത് അത് ചെറിയൊരു സൗകര്യമൊക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ വീട്ടിലെത്തിയില്ലെങ്കിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 2 ദിവസം വിട്ടത് അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കല്യാണം കഴിച്ചാൽ അതിനൊക്കെ ഒരു ചെറിയ പ്രയാസങ്ങൾ വരുമല്ലോ, ഒരു ചോദ്യം പറച്ചിലും ഒക്കെ. അപ്പോൾ ഇതിലതൊന്നുമില്ല. അതിങ്ങനെ സുഖമായിട്ട് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. നമ്മളായ പ്രവർത്തനം ജനങ്ങളെ കൂടെ നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ചിലതായ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് നമ്മൾ സഹപ്രവർത്തകരായ ആളുകളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിറഞ്ഞു നടക്കുന്നവർ അതൊന്നും ചിന്തിക്കാറില്ല. 2 പേരും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണ്ടേ? 2 പേരും വിജയിക്കും, എന്താ അവസ്ഥ? ഒരു സംശയമില്ല. ജനങ്ങൾ ഞങ്ങളെ കൂടെയാണ്, ഒരു സംശയവുമില്ല. 2 വാർഡിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നോ മത്സരിക്കണം എന്ന എല്ലാ വീട്ടുകളും പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകൾ പറയല്, നിങ്ങളാണ് ഇതിന് അർഹതപ്പെട്ടവരെന്ന്. അത് നമുക്ക് ഏറ്റവും വലിയ കിട്ടുന്ന അംഗീകാരമാണ്. നാളത്തെ ജയം തോൽവി എന്നതിനെക്കുറിച്ചല്ല, അത് നമ്മളെ മനസ്സിലേക്ക് കിട്ടുന്ന ഊർജ്ജം വലുതാ. അവിവാഹിതരായ ഈ ഇരട്ട സഹോദരങ്ങൾ 2 പേരും സ്ഥാനാർത്ഥികളായപ്പോൾ നാട്ടുകാർക്കും കൗതുകമാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ വിജയം പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോട് ചാത്തമംഗലത്തു നിന്നും ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം ദീപക് ധർമ്മടം, 24.